വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അജൂസ് വേൾഡ്. അപ്പോൾ കുറേ ദിവസമായി ഒരു പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എല്ലാവർക്കും വളരെയധികം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പുഡിംഗ് ആട്ടോ. എന്ത് പുഡിങ്ങാണെന്നതൊക്കെ നമുക്ക് വരും വഴിക്ക് കാണാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കാണാം. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മിനിമം ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ ഓൾ എന്നുള്ള ഓപ്ഷനിൽ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാല് 2 സെയിം പാത്രത്തിലോട്ട് ഒരുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ 2 2 സ്പൂൺ വീതം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നൊക്കെ നമ്മൾ 2 സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മറ്റേക്ക് ഒന്നും വേണ്ട. ഇനി ഇതും മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കൊക്കോ പൗഡർ ഇടാത്തതിലേക്ക് 1 സ്പൂണോളം വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാനിത് അടുപ്പത്ത് രണ്ടും വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് തിളപ്പിച്ചിടാം. ഞാനൊരു കാര്യം മറന്നു, 2ക്കും പഞ്ചസാര ഇടാൻ മറന്നു. നമുക്ക് പഞ്ചസാര ഇട്ടെടുക്കാം. നമ്മൾ ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്തതിലേക്ക് മെല്ലോൻ്റെ ഡാർക്ക് കോമ്പൗണ്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് 2 ഉപ്പ് നല്ല ഇതിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനിത് ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇത് രണ്ടും ചൂടാറാൻ വേണ്ടി വെക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് പുഡിങ്ങാന്നുള്ളത്. ചോക്ലേറ്റും വാനിലയും മിക്സ് ആയിക്കാണ്ട് ലെയറായിട്ടുള്ള പുഡിങ്ങാണിത്. അപ്പോൾ ചൂടാറിയിട്ടാണ് നമുക്ക് ഇനി അടുത്ത പരിപാടിയൊക്കെ. അപ്പോൾ നമുക്ക് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു ബൗളിലോട്ട് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇതൊരുവിധം ചൂടായതിന് ശേഷം ഇടണം ഒഴിക്കുന്നത്. അല്ലാതെ ചൂടോടെ തന്നെ ഇത് ഒഴിച്ചിട്ടൊന്നുമില്ല. നിങ്ങളാരും ചൂടോടെ തന്നെ ഒഴിക്കാൻ നിൽക്കണ്ട. ഞാൻ ആദ്യം ചോക്ലേറ്റ് ലെയറാണ് ഇട്ടത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വാനില യൂസ് ചെയ്യാണ്. ഞാൻ വാനിലേക്ക് വെറുതെ ഒരു ഭംഗിക്കും വേണ്ടി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എന്തോ പോലെ. അപ്പം ഞാനേക്ക് വെറുതെ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ വാനിലാൻ്റെ ഇതൊക്കെ ഒഴിച്ച് ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചാൽ എളുപ്പമാവും, ഫ്രിഡ്ജിൽ വെച്ചാൽ എളുപ്പമാവില്ല. അപ്പം നമുക്ക് വെച്ചെടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. നമുക്കിനി ഇതിന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പം അതിന് ഫ്രീസറിലോട്ട് വെക്കുകയാണ്. അപ്പം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അടിപൊളി വാനില ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണാനും നല്ല രസമുണ്ട്, ടേസ്റ്റ് ചെയ്താലും നല്ല രസമുണ്ടാവും. പക്ഷെ ഞങ്ങൾ കുറച്ചും കൂടി രസം ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക,